ഹലോ, നമുക്കിന്ന് കുറച്ച് ബോർഡർ ഐഡിയാസ് നോക്കാം കേട്ടോ. ഇതിന് വലിയ മഹാസംഭവങ്ങളായിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. ഇതുപോലെ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരച്ചുണ്ടാക്കിയെടുക്കാം. സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രൊജക്റ്റും അസൈൻമെന്റിനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആവും. ഞാൻ പ്രൊജക്റ്റിന്റെ ഫ്രണ്ടിലൊക്കെ പണ്ട് വരച്ചിട്ടുണ്ടായിരുന്നത് ടിപ്പ് നല്ല വണ്ണത്തിലുള്ള ഒരു മാർക്കർ ഉണ്ട്. ആ ഒരൊറ്റ മോഡലുള്ള മാർക്കർ വെച്ചിട്ടായിരുന്നു മൊത്തം കലാപരിപാടി. ഇതുപോലെ പല പല ഡിസൈനൊന്നും അന്ന് നമ്മുടെ തലയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് A4 സൈസ് പേപ്പറിൽ 4 സൈഡും ഒന്ന് ബോർഡർ കൊടുക്കും. പിന്നെ ടോപ്പിക് ഒന്ന് സെന്ററിലായിട്ട് എഴുതി കൊടുക്കും. കാലം മാറുമ്പോൾ കോലം മാറണം എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതുപോലുള്ള ബോർഡർ ഐഡിയാസും മാറ്റി കൊടുക്കാം. കയ്യിൽ വളരെ മിനിമലായിട്ടുള്ള കുറച്ച് കളേഴ്സ് മാത്രം മതി. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രഷ് പെന്നാണ് കേട്ടോ. ബ്രഷ് പെന്നിന്റെ പേസ്റ്റൽ കളറാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ബോർഡർ ഐഡിയ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡ് വരയ്ക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റത്തിനേക്കാളും സിമ്പിളാണ്. ഇതുപോലെ 4 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ എല്ലാം ഒന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോഡൽ സ്കെച്ച് എനിക്ക് എപ്പോഴും നൊസ്റ്റു അടിക്കുന്ന ഒരു സാധനമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് വാങ്ങുമ്പോൾ ഓരോ പീരീഡും ഓരോ ഗ്യാപ്പിലും ഞാൻ ഇതിനെ ബാഗ് തുറന്ന് എടുത്തെടുത്ത് നോക്കാറുണ്ടായിരുന്നു. പക്ഷേ പുറത്തെടുത്ത അത് കയ്യിൽ നിന്ന് പോകുമ്പോഴേയും കാരണം ഇത് കണ്ട പിന്നെ അടുത്തുള്ളവർ ഇത് വാങ്ങിയിട്ട് പല പരിപാടികളും ചെയ്യും. വീടെത്തുമ്പോഴത്തേക്കും ഇതിന്റെ മഷി തീർന്നിരിക്കും. അതുകൊണ്ട് ഈ ഒരു മോഡൽ സ്കെച്ച് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഇതിന്റെ അവസാന ശ്വാസം വരെ നമ്മൾ ഇതിനെ പിഴിഞ്ഞെടുക്കാറുണ്ട്. ഇതിന്റെ അകത്തുള്ള ആ ഒരു സ്പോഞ്ചിൽ വെള്ളം കയറ്റി ഇറക്കില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകും. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോഡൽ റെഡി ആയി കഴിഞ്ഞു. തേർഡ് വൺ ബ്രഷ് പെൻ വെച്ച് തുടങ്ങാം. ഇതുപോലെ അമീബയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞ് ഓരോ ഡിസൈൻ വരച്ചു. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ അമീബയുടെ ഷേപ്പ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ബ്രഷ് പെന്നിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ പേസ്റ്റൽ കളർ ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും അടിപൊളിയാണ്. ബോർഡേഴ്സ് വരച്ചു കഴിഞ്ഞാൽ അകത്തും അതേ ഒരു കളറിൽ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ ഇതിൽ കുറച്ച് വളഞ്ഞിട്ട് ലീഫിന്റെ മോഡലിൽ ഒന്ന് വരച്ചെടുക്കാം. ഫോർത്ത് വണ്ണിൽ ഇതുപോലെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രിഡ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഹൈലൈറ്റർ വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഹൈലൈറ്റർ വരച്ചിട്ടുള്ള ആ ഒരു ബോർഡറിന് പാരലായിട്ട് തന്നെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു ഹൈലൈറ്ററിന് ഒന്നുകൂടെ അട്രാക്ഷൻ ഇത് തരും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതുപോലൊരു ബോർഡറിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോർഡറിന് അതേ രീതിയിൽ ബ്രഷ് പെന്നിന്റെ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഫൈനലി ആ ഒരു ബോയും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ ഐഡിയ കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.